ഹായ് ഹലോ, ഞാൻ ഇന്ന് ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ക്രിസ്മസ് പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ക്യാൻവാസ് ക്ലോത്താണ്. ഞാനിവിടെ പ്രഷൻ ബ്ലൂ എന്നുള്ള ഷെയ്ഡ് എടുത്ത് ആദ്യം ബോണിലത്തെ ഭാഗമൊക്കെ ഫില്ല് ചെയ്തു. അതിന് ശേഷം വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. ടോപ്പ് സൈഡിൽ നിന്ന് ഡാർക്ക് സൈഡും താഴത്തേക്ക് വരുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം താഴത്തെ പോർഷനിൽ കുറച്ച് പ്രഷൻ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് മഷ്റൂംസ് ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ റെഡ് കളറുള്ള ക്യൂട്ട് മഷ്റൂംസ് ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ റെഡ് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യം മോൾ ഭാഗത്ത് കുറച്ച് വൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ബേസ് കോട്ട് കൊടുക്കുന്നുണ്ട്. റെഡ് കളർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടി. അതിനുശേഷം അതിൻ്റെ താഴത്തെ സ്റ്റെം പോർഷനിൽ യെല്ലോ ഓക്കറും വൈറ്റും കൂടെ ചേർത്തിട്ടാണ് കളർ കൊടുക്കുന്നത്. ഇനി നമുക്ക് ഡീറ്റെയിലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ആദ്യം റെഡിൻ്റെ കൂടെ കുറച്ച് ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ഷെയ്ഡും കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതേ പ്രൊസീജിയർ തന്നെ ഞാൻ യെല്ലോ ഓക്കറിൻ്റെ കൂടെ കുറച്ച് ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേമാതിരി ഡീറ്റെയിലിംഗ് കൊടുക്കുന്നുണ്ട്. മഷ്റൂമിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതുമാതിരി ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം ഞാൻ കുറച്ച് സ്നോ ആണ് വരയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ആദ്യം വൈറ്റ് പെയിൻറ്റ് അടിച്ചതിന് ശേഷം കുറച്ച് ബ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ഷെയ്ഡിങ് പോലെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ മഷ്റൂംസിനും ഇതേമാതിരി സ്നോ വീണ് കിടക്കുന്ന രീതിയിൽ വരയ്ക്കുന്നുണ്ട്. സ്നോ എങ്ങനെ വരയ്ക്കാമെന്നുള്ള പല വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ള കേട്ടോ. അതിനുശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പൈൻ ട്രീസ് വരയ്ക്കാം. പൈൻ ട്രീസിലും ഇതേമാതിരി കുറച്ച് സ്നോ വീണ് കിടക്കുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നോയിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂ ഷെയ്ഡും കൂടെ കൊടുക്കുമ്പോൾ അതിനൊരു ടെക്സ്ചർ നമുക്ക് ഫീൽ ചെയ്യും. ഇനി താഴത്തെ ഭാഗത്ത് നമുക്ക് കുറച്ച് സ്നോ കുറച്ച് അൺഈവനായിട്ട് കിടക്കുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. അതിന് വേണ്ടി ജസ്റ്റ് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് അവിടെ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കുറച്ച് സ്നോ വീണുകൊണ്ടിരിക്കുന്ന രീതിയിൽ വരയ്ക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഈ പെയിൻറ്റിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്രിയേഷൻസ് എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.